അപ്പം ഗൈസ് ഇന്നലെ ആ ആട്ടോ ഗോസ്റ്റ് വന്നിട്ട് എന്നെ പിടിച്ച് ഞാൻ അറിയാതെ മറ്റേ എന്തോ പൊങ്ങിപ്പോണ സാധനം ഇല്ലേ, ആ സാധനത്തിൽ കയറി ഞാൻ ചാടിക്കൊടുത്ത്. ഒന്നാമത് ഞാൻ ചാടിയിട്ട് ഞാൻ രക്ഷപ്പെട്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ചാടിയപ്പോഴത്തേക്ക് ഞാൻ ചത്തുപോയി ഗൈസ്. മരിച്ചപ്പോഴത്തേക്ക് ഗൈസ് ഞാൻ നോക്കുന്ന എന്നെ എണ്ണീച്ചിരിക്കുന്ന ഞാൻ ഈ കട്ടിലിൽ കിടക്കുന്ന ആണ്ടേ കട്ടില്. പിന്നെ അതിനുശേഷം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആരുമില്ല, പോലീസുകാർ പോലും ഇല്ല എൻ്റെ കണ്ണി കാണാൻ വേണ്ടി. ഇവിടെ ആകെ ഉള്ളത് ഈ ക്യാമറകൾ ആരോ ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടെ. പക്ഷേ ഗൈസ്, ഈ ആട്ടോ ഗോസ്റ്റിന് ഒട്ടും അറിയാത്ത കാര്യം, എൻ്റെ കൂട്ടുകാരൻ രാഹുലിനെ കുറിച്ചാണ്. ഞാൻ അവനെ കുറച്ച് നേരം മുമ്പൊന്ന് വിളിച്ചേ ഉള്ളു. അളിയ, ഒരു കോബ്ര ബൈക്ക് ഉണ്ടോ നീ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെക്കാൻ? അപ്പോൾ അതേതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയ കോബ്ര ബൈക്ക് എടുക്കും, അത്ര തന്നെ. ഓക്കെ, ഇവിടെ മറ്റേ കോബ്രയുടെ ഷാഡോക്ക് കാണിക്കുന്നു. മാറി ഇറങ്ങി ജയിലിൽ നിന്ന്. ഗൈസ് എടാ, വീണ്ടും സ്റ്റേഷനിൽ കയറാടാ, ഇറങ്ങടാ. ഗൈസ്, നിങ്ങൾ നോക്കുക, ഇത് എൻ്റെ പാൻറ്റ് കട്ടുകൊണ്ട് പോയി, എൻ്റെ ഷർട്ട് വരെ കട്ടുകൊണ്ട് പോയി. ഇത് ഞാൻ ബനിയനും ചഡ്ഡി ഇട്ട് കിടക്കുകയാണ്, കണ്ടോ ഗൈസ്. എൻ്റെ തൊപ്പി വരെ ഇട്ടുകൊണ്ട് പോയി. എൻ്റെ മൊട്ടത്തല്ല ഇനി എല്ലാവരും കാണത്തില്ലേ. നമുക്ക് നേരെ നമ്മളെ രാഹുലിൻ്റെ അടുത്തോട്ടേക്ക് പോവാം. അല്ല, ഒരു മിനിറ്റ്, രാഹുലിൻ്റെ അടുത്ത് പോണതിന് മുമ്പ് വീട്ടിൽ കയറിയൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയാൽ പോരെ. ഇപ്പോൾ ഗൈസ്, എൻ്റെ കൂടെ എൻ്റെ അനിയനും കൂടി ഉണ്ട്. കഴിഞ്ഞ പാട്ട് ഇതുവരെയായിട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, പോയി കാണാം. ഞാൻ പോയി ഇട്ടിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുടി മൊട്ട തല അടിച്ച് വെച്ചേക്കാണ്. ഇത് എൻ്റെ വിഗ്ഗാണ്. എൻ്റെ തൊപ്പിയില്ല, അവൻ പ്രേതം കട്ട്. പിന്നെ എൻ്റെ ബാഗും കട്ട്. പാൻറ്റ് പിന്നെ നമ്മളെ ഒരു ലോഡുണ്ട്. പിന്നെ ആ പട്ടാളത്തിൽ ആയിരുന്നപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ഉടുപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ രാഹുലിൻ്റെ അടുത്തോട്ടേക്ക് പോവാം. ഓക്കെ, ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ്, വാ പറക്ക. രാഹുൽ ഇവിടെ ഇവിടേക്ക് കാണും. എന്തിയേ? ഓക്കെ, നമുക്ക് രാഹുലിനെ തപ്പി പോവാം. നമുക്ക് രാഹുലിനെ തപ്പി പോവാം. രാഹുൽ വണ്ടി ഇവിടെ വെച്ചിട്ട് വേറെ എവിടെ പോയി കാണും? നമുക്ക് തിരക്കാം പാ. എടാ, വായിക്കുന്നവൻ അവനാണോ? നോക്കട്ടെ. ഓ മോനെ രാഹുലേ, മോനെ. ഫ്രാങ്ക്ലിൻ, നീ ആണെന്നാടാ? ഫ്രാങ്ക്ലിൻ, ഇതെന്തോന്ന്? ഇവിടെ എന്താന്നും പറഞ്ഞിട്ടാണ് എന്താന്ന്? അപ്പോൾ ഗൈസ്, ആ ഷുക്കൂർ എന്നെ വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഗൈസ്. പിന്നെ ഇവന്താ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ അവിടെ നിർത്തി ഗൈസ്. കഴിഞ്ഞ വട്ടം പോലീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പോയെന്നാ. പോലീസിനുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇടിച്ച് ഉപ്പാടും ചാപ്പാടും അടക്കും ഗൈസ്. ഞാൻ നേരത്തെ രാഹുലിൻ്റെ അടുത്ത് പോയായിരുന്നു, പക്ഷേ ആ ഓട്ടോ ഗോസ്റ്റ് രാഹുലിനെ കൊന്നയായിരുന്നു, രാഹുലിൻ്റെ രൂപത്തിൽ വന്നയായിരുന്നു. പക്ഷേ എനിക്ക് രാഹുൽ മാത്രമല്ല ഉള്ളത്. ഞാൻ രാഹുലിൻ്റെ റിവെഞ്ച് അടിക്കാൻ അതിൻ്റെ കൂടെ നമ്മളെ യഷിൻ്റെ നിന്ന് വാങ്ങിയ ജെറ്റ് പാക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകും. അതാണ്ട ജെറ്റ് പാക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ. നമുക്ക് ഫസ്റ്റ് പോയി അവിടെ വണ്ടി എടുക്കാൻ പോകും, നമ്മളെ കോബ്ര ബൈക്ക് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പ്രേതം വല്ലതും എടുത്തുകൊണ്ട് പോയി കാണുമോ? എടാ, ഇതെന്താ പറ്റിയേ? അമ്മ ആരുടെ അതിൻ്റെ അകത്തുനിന്ന്? എടാ, എന്താണ്? ഇറങ്ങ്. എൻ്റെ അമ്മ, ഇതെന്തൊരു സ്ഥലം? ഇടി മാനത്തേക്കിനെ ഇവിടെ അടുത്ത് എന്താണെന്നാണ് എന്ത്? എൻ്റെ ജെറ്റ് പാക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ അടുത്ത പ്രശ്നം. ഷുടാ, ഇത് ഞാൻ എന്താ ചെയ്യും? ഇവിടെ ഇതെന്താ കുരുങ്ങിയത്? മാറ്, നമ്മളെ ആയുധങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഇത് പ്രസ് ചെയ്തിട്ട് എന്താ വരാത്ത?
എടാ മറ്റേ പ്രേതം ഇത് എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. ഇത് വെറുതെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. എടാ എന്നാലും ഒരു മിനിറ്റ്. എടാ ഷോട്ട് ഗൺ ഉണ്ടടാ. പൊട്ടി ഷോട്ട് ഗൺ വെച്ചിട്ട് പോയി. ആ ഷോട്ട് ഗൺ ഇട്ട് വെടി വെക്കാം. ഷോട്ട് ഗണ്ണൊന്നും വേണ്ട പോ. വേറെന്താ കിട്ടും? മിസൈല് RGB കിട്ടത്തില്ല. സ്റ്റിക്കി ബോംബുണ്ട്. സ്റ്റിക്കി ബോംബ് ഇടാ. സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ച നമ്മളെ ചട്ടു പൊട്ടില്ലേ? നമ്മളിതാ ഇങ്ങോട്ട് നീങ്ങിക്കണം. എൻ്റെ അമ്മോ. ഇനി അവിടുന്ന് ചാടാം. ഇവിടെ എന്തൊരു കഷ്ടമാടാ ഇത്. മാറ്. ഞാൻ വീണ്ടും ഒന്ന് യഷിനെ വിളിക്കട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ യഷിൻ്റെ പറഞ്ഞ ഒരു ജെറ്റ് പാക്കും കൂടി വാങ്ങിയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുവേ എനിക്കെൻ്റെ കോബ്ര ബൈക്ക് കാണുന്നില്ല കേട്ടോ. ഇവിടെ വെച്ചാണ്ട് ആയിരുന്നു പോയത്. കൊണ്ടുവരാ താര ഒരു ബൈക്ക്, കോബ്ര ബൈക്കാണ്. നോക്ക് 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 താരാണ്. ഇവിടെ അല്ല, അപ്പുറത്ത് പോടാ. പക്ഷെ ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താ പറ്റിയടാ ഇത്? ഞാൻ എന്താ ഇവിടെ ആയിരുന്നു ബൈക്ക് ഇട്ടത്. ബൈക്ക് എന്താ ഇവിടെ ആയിരുന്നു ഇട്ടത്. ആ പോടാ പൊട്ടാ, അതെൻ്റെ കോബ്ര ബൈക്ക് ചത്ത് കിടക്കുന്നെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് വലിയ വശം യഷിനെ കിട്ടി. നമുക്ക് പെട്ടെന്ന് യഷുമായിട്ട് പോയി ആ പ്രേതത്തിനെ കൊല്ലാം. യഷിൻ്റെ കൂടെ പോയി നമുക്ക് പ്രേതത്തിനെ കൊല്ലാം. ഒരു മിനിറ്റ്, യവൻ യഷല്ല, യവൻ മിക്കവാറും ആ ഓട്ടപ്രേതത്തിൻ്റെ കൂടെ ഉള്ളവനോ. യഷാണെങ്കിൽ എന്നെ ഇങ്ങനെ ഇട്ടിടിക്കത്തില്ല. കുച്ചിറക. എടാ ഞാൻ വെടി വെച്ചാ ഇട്ടത്. ഇനി പോലീസിന്റെ പുറകെ വരത്തില്ലേ? എടാ എന്തൊരു കഷ്ടമാണെന്നാണ്. നമുക്ക് പെട്ടെന്ന് നമ്മളെ പഴയ വീട്ടിൽ പോവാം. 1 സ്റ്റാർ എത്തി ഗൈസ്. എൻ്റെ അനിയനും പറയുന്നുണ്ട് പഴയ വീട്ടിൽ തന്നെ പോവാം. ഗൈസ് ഇവ എന്തൊക്കെയാ പറയുന്നു. എൻ്റെ പൊന്നമ്മച്ചിയേ. എടാ ദോ പോലീസ്, മാറ്. എടാ ദോ വരുന്നു ബൈക്കെട്. ആ എടാ മിസൈൽ ഇല്ലടാ പൊട്ടാ. 6GB ഇല്ല, വരുന്നില്ല. പൈസ കൊടുത്ത് വാടിക്കണം. ആ പോടാ ഇറങ്ങി, കിളിത്തരം പറയുന്ന. മാറ് ഗൈസ്, പഴയ വീട്ടിലോട്ടേക്ക് കയറിട്ട് ഗൈസ് ഒരു സ്റ്റാറും അടിച്ചതാ. എൻ്റെ ഹാർട്ടും പകുതിയും പോയില്ല. അവൻ വന്ന് ഇടിച്ചിട്ടാണാ. മാറ് 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 മാറ്. ബൈക്ക് ഇവിടെ ഇട്, ബൈക്കിന് എന്താ പറ്റി? എടാ വീട്ടിൻ്റെ മണ്ടേ പോടാ. എടാ പൊട്ട ഇറങ്ങ്. എടാ വീട്ടിൻ്റെ മേളിൽ പോ, സ്റ്റെപ്പിൻ്റെ മണ്ടേ ആരും വരത്തില്ല. കേറ പൊട്ട. എടാ എന്ത് കാണിക്കണേന്ന് മണ്ടേ കയറ്. ഓക്കെ വീട്ടിൻ്റെ മണ്ട ഇനി ആരും വരത്തില്ല ഹോപ്പ്ഫുള്ളി. ഓക്കെ നമുക്ക് ഷെഡിൻ്റെ മണ്ടേ പാതാണ്ട ഇവിടെ തന്നെ. വാ. ഒരു സ്റ്റാർ പോണ വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ക്രിമിനൽ വാണ്ടഡ് ലിസ്റ്റും പോയി. ഇനി ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് നേരെ യഷിൻ്റെ വീട്ടിലോട്ടേക്ക് പോവാം. പെട്ടെന്ന് ഓടറാ പൊട്ടാ. എടാ പോലീസ് വണ്ടി. പക്ഷെ നമ്മൾ സ്റ്റാർ അടങ്ങിയില്ലേ, ഇത് പോലീസ് ഒന്നും ചെയ്യത്തില്ല. മാറ്. വണ്ടി ഇട് വാ. യഷ് എന്തിയെ? യഷേ മോനെ യഷിനെ പോയി തപ്പണമല്ലേ ഇനി. അമ്മൂൻ്റെ വീട്ടിൻ്റെ ഇവിടെ. ഒരു മിനിറ്റ്, ഞാൻ വീട്ടിൽ കയറിയിട്ട് ഡ്രസ്സ് മാറാൻ മറന്നുപോയി. ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. വീട്ടിൽ ഓടി. ഓക്കെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വന്ന്. ഇവിടെ ആണെങ്കിൽ എൻ്റെ വിഗ്ഗും ഇല്ല, ഒന്നുമില്ല ഇവിടെ. മാറ്. അവിടെ പോയി നോക്കാം, അവിടെ യശ് ഉണ്ടെങ്കിലാ. വണ്ടി സ്പീഡിൽ പോ. പോലീസൊക്കെ നിൽക്കുന്നു. നൈൽസിനങ്ങ് ഇറങ്ങട്ടെ. നൈൽസിന് ഏത് യശാണോ? ഇതൊന്നും യശല്ല. മാറ് പോട്ടെ. ഞാൻ ഓട്. ഇല്ലേ ഈ സ്ഥലത്ത് എവിടെയാണല്ലോ യശ് നിൽക്കുന്നത്. ആ മരത്തിൽ പോയിട്ടിരിക്കല്ലേ. മാറ്. ഓട്. വണ്ടി എടുത്തു. ആണ്ട യശ്. മോനെ യശ്. എടാ മൈൻഡ് കാണിയിടാ. നിൻ്റെ 2 ജെറ്റ് പാക്ക് വാങ്ങിയിട്ട് പൈസ വന്നില്ലെന്നല്ലേ ഉള്ളു.
കയറടാ വണ്ടിയിൽ മര്യാദയ്ക്ക് വണ്ടി കയറടാ വണ്ടിയിൽ മര്യാദയ്ക്ക് കയറടാ. പോടെ എനിക്കൊന്ന് കയറാൻ വയ്യ പോടാ. എടാ 2 ജെറ്റ് പാക്കിൻ്റെ പൈസ ഇല്ലടാ തരാനുള്ളത്. പിന്നെ മറ്റേ നമ്മളെ രാഹുൽ അവൻ മരിച്ച എന്നാ കാരണമല്ല കേട്ടോ. അവൻ ആ പ്രേതം കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്ന. എടാ നിൽക്കറാ ഗൈസ്, ഇവനെ സമ്മതിപ്പിക്കട്ടെ കേട്ടോ. ഞാൻ ഫസ്റ്റ് എൻ്റെ പൊന്നമ്മച്ചേ നിൽക്കറാ. നീ നില്ല് ഗൈസ്. ഇവനെ സമ്മതിപ്പിക്കട്ടെ ഞാൻ. ഗൈസ് ഈ യശ് ഭയങ്കര പിണക്കം കേട്ടാ, ഭയങ്കര പിണക്കം ഗൈസ് ഈ യശ്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ ഗൈസ്. യവൻ ഭയങ്കര പിണക്കം ഗൈസ്. യശ് ഭയങ്കര പിണക്കം ഗൈസ്. അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവനിക്ക് ജെറ്റ് പാക്കിൻ്റെ പൈസ ഇതുവരായിട്ട് കൊടുത്തില്ല. അവനിക്ക് എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. എനിക്ക് എന്തൊരു കൂട്ടുകാരന്മാർ. അതും രാഹുൽ ഞാനല്ല കൊന്നതെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ പറയാം ഞാനാ കൊന്നതെന്ന്. പക്ഷെ എന്താ ചെയ്യാൻ നോക്കണേ. എവിടെയൊക്കെ കയറ്റുന്നറേ എന്താടേ അവൻ. അയ്യോ ഗൈസ്, അയ്യോ രാത്രിയായി. എടാ ഓട്ടോ പറകെ വന്ന്. നീ എന്താ എൻ്റെ വഴി വരുന്ന പൂച്ചാവടാ. എടാ വരി വന്ന് ആരോ എടുത്ത് പിടിച്ച് കൊന്നറാ. വളച്ച് കെട്ടി അവൻ നമുക്ക് ഹക്കടിച്ച് പോവാം. എൻ്റെ പൊന്നമ്മോ, എൻ്റെ അമ്മോ. ഓ ഗൈസ്, വീണ്ടും എൻ്റെ ക്യാരക്ടർ പോയി. ഓക്കെ നമുക്ക് എടാ തോണ്ടാട്ടോ. നമുക്ക് താണ്ട് ഇതിൽ കയറി ചാടാൻ കേട്ടാ. ഇതിൽ കയറി ചാടിപ്പോവാം. ഓ ചാടാനൊന്നും പറ്റിയില്ല. എന്നാലും അതൊന്നും മൈൻഡ് കാണിക്കണ്ട. എടാ ഫ്രാങ്ക്ലിന്, നീ ഓടി രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. ചത്ത്